പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഒക്ടോബർ 1 മുതൽ കോട്ടയം ജില്ലയിലെ പെട്രോൾ പമ്പുകളൊന്നും രാത്രിയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് അസോസിയേഷൻ ഒരു തീരുമാനമെടുത്ത്. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ തെങ്ങണ മാമ്മോട് ഒരു പെട്രോൾ പമ്പില് രാത്രിയിലുണ്ടായ ഒരു ആക്രമണത്തെ തുടർന്ന് പമ്പിലെ ജീവനക്കാർക്കും പമ്പിന്റെ ഉടമയ്ക്കും എല്ലാം മർദ്ദനമേറ്റ് നമ്മുടെ പെട്രോൾ പമ്പുകളിലൊക്കെ നിരവധി ആക്രമണങ്ങളാണ് മിക്ക ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അത് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളെ മീഡിയയിലൂടെ വരുന്നത്. കാരണം അവിടുത്തെ ജീവനക്കാര്, നിങ്ങൾക്കറിയാമല്ലോ, ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാർ ഇപ്പം കൂടുതൽ പെൺകുട്ടികൾ അവിടെ ജോലിക്ക് നിൽക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ജീവിക്കാൻ മറ്റുള്ള എന്തെങ്കിലും ഒരു ജോലി എടുത്താൽ ആരുടെ മുന്നേ കൈ നീട്ടാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് മനുഷ്യന് ജോലി ചെയ്യുന്നത്. അത് പെട്രോൾ പമ്പിൽ അത് ആ ഒരു കുറഞ്ഞ ജോലിയായിട്ടോ ഒരു മോശം ജോലിയായിട്ടോ ആരും കണക്കാക്കരുത്. കാരണം അവരും നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യജീവനാണ്. ചിലർ സെക്യൂരിറ്റി ജീവനക്കാരനെ കാണുമ്പോഴത്തേന് ചിലവർക്ക് അങ്ങ് വിറഞ്ഞു കയറുകയാണ്. അവരാണ്ട് താഴ്ന്ന ഈ ജാതിക്കാരനെ പോലെ അവരൊക്കെ ഇതുവെല്ലാം ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടിയാണ്. ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. അവരാരും പിടിച്ചു പറിക്കാനും മോഷ്ടിക്കാനും ഒന്നും പോകുന്നില്ലല്ലോ. ഇന്നത്തെ നമ്മുടെ സമൂഹത്തില് ഏറ്റവും കൂടുതൽ മാല പൊട്ടിച്ചുകൊണ്ട് പോകുന്നവനെയൊക്കെയല്ല ഏറ്റവും വലിയ സ്വീകരണം കൊടുത്ത് അവനെയൊക്കെ ആനയിച്ചുകൊണ്ട് പോകുന്നത്. അല്ലാതെ ജോലി എടുക്കുന്നവനെ ഒരു കാരണവശാലും അവനെ ഉപദ്രവിക്കാനും പോരുത്. അവന്റെ ജോലി ചെയ്തോട്ടെ. അതിന് നിങ്ങൾക്ക് പറ്റുന്ന സേവനം, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിന്റെ ഉടമകളോട് പരാതിപ്പെടാം, അല്ലെ നമുക്ക് സ്റ്റേഷനിൽ പരാതിപ്പെടാം. ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പരാതിപ്പെടാനൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവിടെ നിൽക്കുന്ന ജീവനക്കാരെ മർദ്ദിക്കുക എന്നൊക്കെ പറയുന്നത്, ഇതിനൊക്കെ എന്താ മറുപടി പറയുന്നത്? ഈ അടുത്ത കാലത്ത് നമുക്ക് പെട്രോൾ പമ്പുകളിലൊക്കെ ശുചിമുറിയുടെ ഹൈക്കോടതി ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചായിരുന്നു. പെട്രോൾ പമ്പുകളിലെ ശുചിമുറികളൊക്കെ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവോ, അല്ലെങ്കിൽ പമ്പി വരുന്ന വാഹനമായിട്ട് വരുന്നവർക്ക് ഉപയോഗിക്കാവോ? ചില പമ്പുകളിൽ അത് പൂട്ടിയിടുന്നുണ്ട്. അതിനൊക്കെ പെടുന്ന ഒരു ഓർഡർ വിട്ടായിരുന്നു. അതിന് ആദ്യം പമ്പുകാർക്ക് എതിരായിട്ടാണ് വിധി വന്നത്. അതിനുശേഷം വീണ്ടും പമ്പുകാർക്ക് അനുകൂലമായ വിധി വന്നു. അപ്പൊ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പുതുപ്പള്ളിയിലാണെങ്കിലും 2 പെട്രോൾ പമ്പുണ്ട്. ഞാൻ ഇവരൊക്കെ ആയിട്ടൊക്കെ സംസാരിക്കുന്നത്. ഇതിന്റെ അകത്ത് കാര്യം എന്ന് പറയുന്നത്, വാഹനങ്ങളിലും ഒക്കെ വരുന്നവരും അതുപോലെ പൊതുജനങ്ങൾക്കും ഒക്കെ പെട്രോൾ പമ്പില് ശുചിമുറി ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സമൊന്നുമില്ല. അവരാരും നിങ്ങളെ തടസ്സപ്പെടുന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പം നമ്മുടെ സ്വന്തം വീട്ടിൽ ഒരു ശുചിമുറി എങ്ങനെ ഉപയോഗിക്കുന്നത് അതുപോലെ അവർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരാരും പ്രശ്നം പറയത്തില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ പുതുപ്പള്ളിയിലെ പെട്രോൾ പമ്പിലെ ഒരു ഉടമയായിട്ട് സംസാരിച്ചപ്പോഴത്തേന് പറഞ്ഞ കേസെന്ന് പറഞ്ഞാൽ, ഓരോരുത്തർ വന്നിട്ട് ശുചിമുറി കയറിയിട്ട് വെള്ളം പോലും ഒഴിക്കാതെ ഇറങ്ങിപ്പോയതിന് ശേഷം തൊട്ട് സമയം അടുത്ത് വരുന്നത് ചിലപ്പോൾ ഏതെങ്കിലും നല്ല വില കൂടിയ കാറിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അവർ വരുന്നത്. അവർ ചെന്ന് നോക്കി കഴിയുമ്പോഴത്തേനും ഇത് തുറന്നു നോക്കുമ്പോഴത്തേനും അത് കയറാതെ ഇറങ്ങി വന്നിട്ട് അവരന്നേരം തന്നെ പമ്പിനെതിരായിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. നിങ്ങളുടെ ശുചിമുറി വൃത്തികേടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അവരെ ലൈസൻസിനെ തന്നെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഓരോ പെട്രോൾ പമ്പും മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കുക. അതുപോലെ രാത്രികാലങ്ങളിലൊക്കെ ഒരുപാട് പേര് വന്ന് ഈ ജീവനക്കാരെ കബളിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവരുടെയൊക്കെ ഒരു ദിവസത്തെ ശമ്പളം വരെയാണ് കട്ടായി പോകുന്നത്. അതുപോലെ ഗൂഗിൾ പേ ചെയ്യാമെന്നും പറഞ്ഞ് അതിനകത്ത് ഏറ്റവും വലിയ തട്ടിപ്പാണ് ഇപ്പം പമ്പുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പൈസ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അന്നേരം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോവുകയാണ്. ഈ അക്കൗണ്ടിൽ പൈസ കയറിയില്ലെങ്കിൽ ഈ പമ്പിൽ നിൽക്കുന്ന ഒരുപാട് സാധാരണക്കാരാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി ഒന്നും അവർക്ക് അറിയത്തില്ല. അവർ ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ സ്പീക്കർ വർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് ചിലപ്പോൾ 180, 15 ഇതൊക്കെ ഇവരൊക്കെ ഓരോ കോഡൊക്കെ അടിച്ചിട്ടുണ്ട്. എത്രയോ രൂപ. കഴിഞ്ഞ ദിവസം ഞാൻ മാങ്ങാനത്ത് ചെന്നപ്പോഴത്തേന് മാങ്ങാനത്തെ പമ്പുകാരൻ പറഞ്ഞു ഇതുപോലെ പെട്രോൾ അടിച്ചിട്ട് പൈസ ചെയ്തെന്നും പറഞ്ഞ് അങ്ങ് പോയി. പിന്നെ അവരെ തപ്പിയെടുത്ത് പിന്നെ അവർ രാത്രി പോയി എങ്ങനെയൊക്കെയാണ് പിടിച്ച പൈസ തിരിച്ചു കിട്ടിയത്. അവരെയൊക്കെ ശരിക്കും പൊട്ടിക്കുക ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കാണിക്കുന്നത് രാത്രികാലങ്ങളിൽ ഇതുപോലെ നടക്കുന്നത്. അതുപോലെ ഈ പമ്പുകളിലെ ഹോസ്പിറ്റലുകളിലെ ഇതിങ്ങനെയൊക്കെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവനെയൊക്കെ ശരിക്കും കൈകാര്യം, അത് നമ്മുടെ നിയമത്തെ പറഞ്ഞാൽ മതി. നിയമത്തെ പറഞ്ഞാൽ പോലീസുകാരെ പറയുമ്പോഴത്തേന് ഇപ്പൊ അവർക്കും തല്ലാൻ മേല, അധ്യാപകർക്ക് തല്ലാൻ മേല, പോലീസുകാർക്ക് തല്ലാൻ മേല. ഇപ്പം തല്ലാവുന്നത് നാട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ നാട്ടുകാർ കൈകാര്യം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ അകത്തൊരു പോംവഴി.